LGSന്റെ ഹോട്ട് ടോപ്പിക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പാർട്ട് 3 വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടോളൂ. അതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജീവശാസ്ത്രത്തിലെ ഒരു ടോപ്പിക് ആയിട്ടുള്ള കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ പാർട്ട് 1 വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് കൂടുതൽ വിവരങ്ങൾ ആഡ് ചെയ്തുകൊണ്ടാണ് ഇത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചെണ്ണം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കേരള കാർഷിക സർവകലാശാല, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ SCERTയിൽ വരുന്നതാണ്. ഇനിയും കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം, കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പൈസസ് റിസർച്ച് അതുണ്ടല്ലോ, അതും ഈ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും രണ്ടും ഒന്ന് തന്നെയാണ്, കോഴിക്കോട്. കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം. കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലം. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല പത്തനംതിട്ടയാണ്. മേനോൻ പാറ പാലക്കാട്. അപ്പം കരിമ്പ് ഗവേഷണ കേന്ദ്രം 2 സ്ഥലത്തുണ്ട്, പത്തനംതിട്ടയിലും പാലക്കാടും. വിളകൾ മാത്രം നോക്കിയാൽ പോരാ, ആ സ്ഥലവും നമ്മൾ നോക്കണം കേട്ടോ. അപ്പം കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, മേനോൻ പാറ. തിരുവല്ല മിക്കവാറും എല്ലാവർക്കും അറിയുണ്ടാവും, പത്തനംതിട്ടയാണ്. പിന്നെ മേനോൻ പാറ പാലക്കാടാണ്. മേനോൻ പാറ പാലക്കാട്. കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ ബാലരാമപുരം തിരുവനന്തപുരം, കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ ബാലരാമപുരം. കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് കൊച്ചി, നാളികേര വികസന ബോർഡ് കൊച്ചിയാണ്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ. ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് മാമം ആറ്റിങ്ങൽ. കോക്കനട്ട്, നാളികേരം, അതുമായി ബന്ധപ്പെട്ട 4 സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ ബാലരാമപുരം തിരുവനന്തപുരം, കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് കൊച്ചി, കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം, ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് മാമം ആറ്റിങ്ങൽ. ഇങ്ങനെയാണ്, അത് നന്നായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പ്, വൈറ്റില, പട്ടാമ്പി, കായംകുളം. അപ്പം ഇത്രയും സ്ഥലങ്ങൾ, മങ്കൊമ്പ്, വൈറ്റില, പട്ടാമ്പി, കായംകുളം, ഈ 4 സ്ഥലങ്ങളിലും നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം, ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയം, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി തൃശ്ശൂർ. അപ്പോൾ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയമാണ്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയാണ്. സ്പൈസസ് ബോർഡ് കൊച്ചി. ഈ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ ഇടുക്കി, കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ ഇടുക്കി. കേരള ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കി. അപ്പം അത് മാറരുത്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ, കേരള ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണല്ലോ മയിൽ. അപ്പം കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രമാണ് മയിലാടുംപാറ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേടാണ്. ഇടുക്കിയിലെ വണ്ടൻമേട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ, കേരള ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേട് ഇടുക്കി. ബാംബു കോർപ്പറേഷൻ അങ്കമാലി എറണാകുളം, ബാംബു കോർപ്പറേഷൻ അങ്കമാലി എറണാകുളം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശൂർ. കേരള കൊക്കോ റിസർച്ച് സെന്റർ വെള്ളാനിക്കര തൃശൂർ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം മടക്കത്തറ ആനക്കയം. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളം വെള്ളാനിക്കര. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. സ്റ്റേറ്റ് ഫാം ആറളം. കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. അപ്പോൾ ഇതിലുള്ള പലതും പലതവണയായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് നോക്കുക. ഇനി
അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് പറയുന്നത്. ഇതും SCERT-യിലുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് കൂടുതലുണ്ട്. ഇതെല്ലാം കൂടെ ഓർത്ത് വെക്കണമെന്ന് ചോദിച്ചാൽ ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ SCERT-യിലുള്ള അത് തന്നെയാണ്. നെല്ല്, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സ്വർണപ്രഭ, മനുപ്രിയ, രോഹിണി, ജ്യോതി, ഭാരതി, ശബരി, ത്രിവേണി, ജയ, അനശ്വര, VTL7, അനശ്വര, PTB 58. അപ്പം ഇത്രയും നെല്ലിൻ്റെ നെല്ലിനങ്ങളാണ്. ഇതിൽ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ ഇതൊക്കെയാണ് SCERT-യിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. വഴുതന, സൂര്യ, ശ്വേത, ഹരിത, നീലിമ, അർക്കവിശാൽ, വൈശാലി, റൂപാലി, രശ്മി, നവീൻ, ഗുൽമോഹർ, ശക്തി, പുസ ഹൈബ്രിഡ് 1 ഇതൊക്കെ വഴുതനയുടേതാണ്. പപ്പായ, പഞ്ചാബ് ജയൻറ്റ്, നാളികേരം, അനന്തഗംഗ, ലക്ഷഗംഗ, കേരശ്രീ, കേരഗംഗ, മലയൻ ഡ്വാർഫ്. മലയൻ ഡ്വാർഫ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അത് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. മാതളം, റൂബി, ഗണേഷ്, ധോൽക്ക, മസ്കറ്റ്. പയറിൻ്റെ വിത്തിനങ്ങളാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇനി തക്കാളി, ശക്തി, വെള്ളായണി, വിജയ്, മുക്തി, മനുപ്രഭ, അനഘ, അക്ഷയ, മനുലക്ഷ്മി. അപ്പോൾ തക്കാളി മനുപ്രഭയാണ്. നെല്ല് വരുന്നത് മനുപ്രിയയാണ്. അത് മാറണ്ട കേട്ടോ. മനുപ്രഭ, മനുലക്ഷ്മി ഇത് രണ്ടും തക്കാളിയാണ്. മനുപ്രിയ നെല്ലാണ്. ഇനി കശുവണ്ടി, ആനക്കയം 1, ധരശ്രീ, അക്ഷയ, പൂർണിമ, കനക, ധന, പ്രിയങ്ക. ഇതൊക്കെ കശുവണ്ടിയുടേതാണ്. അപ്പം തക്കാളിയിലും അക്ഷയ വരുന്നുണ്ട്, കശുവണ്ടിയിലും അക്ഷയ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ബാക്കിയുള്ള പേരുകൾ അതിൽ പഠിച്ചാൽ മതിയാവും. പക്ഷേ ഇങ്ങനെ വരാട്ടോ, അതായത് താഴെ തന്നിട്ടുള്ളതിൽ ഏതിൻ്റെ വിത്തിനമാണ് അക്ഷയ എന്ന് ചോദിച്ചിട്ട് ഒരു പക്ഷേ തക്കാളി മാത്രം ഓപ്ഷൻ തരാം, അല്ലെങ്കിൽ കശുവണ്ടി മാത്രം ഓപ്ഷൻ തരാം. രണ്ടും പേരുകൾ രണ്ടിനും ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കാം. മരച്ചീനി, ശ്രീജയ, ശ്രീ സഹ്യ, H226, M4 ശ്രീശൈലം, ശ്രീ വിശാഖ്, H165, H97, ശ്രീരേഖ. ഇതൊക്കെ മരച്ചീനിയുടെ വിത്തിനങ്ങളാണ്. ഇനി ഏലം, PV1, ഞെള്ളാണി. മുളക്, ജ്വാലാമുഖി, ഉജ്ജ്വല, അനുഗ്രഹ, വെള്ളായണി, തേജസ്, അതുല്യ, ജ്വാലാസഖി, ഭാഗ്യലക്ഷ്മി, ഗ്രീൻ ഗോൾഡ്, അർക്കമോഹിനി, കീർത്തി, സമൃദ്ധി. വെള്ളരിയുടെ മുടിക്കോട് ലോക്കൽ, സൗഭാഗ്യ, അരുണിമ. ചീര, അരുൺ. ഏലം നമ്മൾ പറഞ്ഞു. റബ്ബർ, PB86, PR17, GT1. കുരുമുളക്, പന്നിയൂർ 1 2 3 4 5 6, അതായത് പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3 അങ്ങനെ പോകും. ശ്രീകര, ശുഭകര, കരിമുണ്ടൻ, കൊറ്റനാടൻ, കുതിരവേലി ഇതൊക്കെ കുരുമുളകിൻ്റെ ഇനങ്ങളാണ്. കരിമ്പ്, മാധുരി, തിരുമധുരം, മധുരിമ, മധുമതി. എല്ലാം മധുരമായിട്ട് ബന്ധപ്പെട്ടതാണ് കരിമ്പിൻ്റെ പേരുകൾ. മാധുരി, തിരുമധുരം, മധുരിമ, മധുമതി. ഗോതമ്പ്, സൊണാലിക, കല്യാൺ സോന, ഗിരിജ, RR21, അർജുൻ, ശേഖർ, ദേശരത്ന, ബിത്തൂർ ഇതൊക്കെ ഗോതമ്പിൻ്റെയാണ്. ഇനി പാവയ്ക്ക, പ്രിയ, പ്രിയങ്ക, പ്രീതി, പുസ ഹൈബ്രിഡ് 4, കോയമ്പത്തൂർ ലോങ്, അർക്കഹരിത്ത്. അർക്കഹരിത്ത് പാവയ്ക്കാണ്, അത് ചോദിച്ചിട്ടുണ്ട്. വെണ്ട, കിരൺ, അർക്ക, അഭയ്, അനാമിക, സൽകീർത്തി, പുസ, സവാനി, സുസ്ഥിര, അരുണ. മത്തൻ, അമ്പിളി, സുവർണ, സൂരജ്, അർക്കചന്ദൻ, സോളൻ. ക്യാബേജ്, ഹരിറാണി. എള്ള്, തിലോത്തമ, സോമ, തിലക്, സൂര്യ, കായംകുളം 1, തിലതാര. ഇനി പരുത്തിയുടെ സുജാത, സവിത. അപ്പോൾ ഇത്രയും നമുക്ക് പഠിക്കാനുള്ള അത്യുൽപാദന ശേഷിയുള്ള വ്യക്തിനങ്ങളാണ്. ഇതിലെല്ലാതും പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഉത്തരം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം.
നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ഒറൈസ സറ്റൈവയാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏത്? ഇങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ ആൻസറിലേക്ക് നിങ്ങൾ നോക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക കേട്ടോ. അതിനുശേഷം മാത്രം ആൻസറിലേക്ക് നോക്കിയാൽ മതിയേ. അപ്പോൾ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മങ്കൊമ്പ്, വൈറ്റില, പട്ടാമ്പി, കായംകുളം. ഇതിൽ പെടാത്തത് ഇവിടെയുള്ളത് പന്നിയൂരാണ്. പന്നിയൂർ എന്താണുള്ളത്? പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് പന്നിയൂരുള്ളത്. അടുത്തത് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആനക്കയം. ആനക്കയത്താണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം. ആനക്കയം മാത്രമല്ല, മറ്റൊരു സ്ഥലം കൂടെ ഉണ്ട്, മടക്കത്തറ. മടക്കത്തറയിലും കൂടെ എന്തുണ്ട്? കശുവണ്ടി ഗവേഷണ കേന്ദ്രമുണ്ട്. കരിമ്പ് ഗവേഷണ കേന്ദ്രം. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, മേനോൻപാറ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളം, വെള്ളാനിക്കര, നേരത്തെ പറഞ്ഞതാണ്. അതൊന്നും അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേര്. കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേര്. ഉത്തരം ഓപ്ഷൻ ഡി, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം എന്നാണ് കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതി. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഈ എം.എസ്. സ്വാമിനാഥൻ്റെ ജന്മദേശം, അദ്ദേഹം ഏത് സംസ്ഥാനത്തുള്ളതാണ്? തമിഴ്നാടാണ് അദ്ദേഹത്തിൻ്റെ നാട്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? ഓപ്ഷൻ ബി ആണ്, കരിമ്പാണ് ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള. പിന്നെ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ ധാന്യവിള ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ ധാന്യവിള ഗോതമ്പ്, ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള കരിമ്പ്. ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? വെണ്ടയുടെ നാടൻ ഇനമാണ് ആനക്കൊമ്പൻ. നമ്മൾ ആ വെണ്ടയുടെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ആനക്കൊമ്പിൻ്റെ ആ ഒരു ഷേപ്പ് അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്യാം. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ? കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അത് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ നെല്ല് കറ്റമെതിക്കുക എന്നൊക്കെ പറയുമല്ലോ, അപ്പം അത് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്. നെല്ല് ഗവേഷണ കേന്ദ്രം 4 സ്ഥലങ്ങളുണ്ട്, മങ്കൊമ്പ്, വൈറ്റില, പട്ടാമ്പി, കായംകുളം. എന്നാൽ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്. അടുത്തത് നോക്കാം. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകി വരുന്ന മുദ്ര. അഗ്മാർക്കാണ്. റഗ്മാർക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും. റഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ്മാർക്ക്. ISI മാർക്ക് എന്ന് പറഞ്ഞാൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് ISI മാർക്ക്. എക്കോ മാർക്ക് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് എക്കോ മാർക്ക്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള തെങ്ങാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിള. തെങ്ങ് മാത്രമല്ല, തെങ്ങുണ്ട്, നെല്ലുണ്ട്, റബ്ബറുണ്ട്. തെങ്ങ്, നെല്ല്, റബ്ബർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള നാളികേരമാണ്. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിള മരച്ചീനി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ല്. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ഉൽപ്പാദനത്തിനാണ് ഇന്ത്യക്ക് 1-ാം സ്ഥാനം? ഉണങ്ങിയ പഴങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആൻസർ വരുന്നത്. ഉണങ്ങിയ പഴങ്ങൾ.
കുരുമുളക് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം വിയറ്റ്നാമാണ്. നാളികേര ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇന്തോനേഷ്യയാണ്. ലോകത്ത് റബ്ബർ ഉൽപ്പാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം തായ്ലൻഡാണ്. ഖാരിഫ് കാലം ഏത് സമയത്താകുന്നു? ഖാരിഫ് ഇങ്ങനെ ഈ നാളുകൾ പറയുന്നുണ്ടല്ലോ, അതായത് വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം എന്നൊക്കെ പറയുന്ന ഈ ഒരു ഖാരിഫ്, റാബി, സെയ്ദ് ഇങ്ങനത്തെ കുറച്ച് കാലങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പം ഖാരിഫ് കാലം ഏത് സമയത്താകുന്നു എന്ന് ചോദിച്ചാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫ്. അത് ഒന്നുകൂടെ വ്യക്തമാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. താഴെ പറയുന്നവയിൽ തോട്ടവിള അല്ലാത്തത് ഏത്? ജോവറാണ് ഈ കൂട്ടത്തിൽ തോട്ടവിളയല്ലാത്തത്. ഈ ഒരു ടേബിള് ഇതൊന്ന് നന്നായിട്ട് നോക്കി വെച്ചോളൂ. ഇതൊന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. കാർഷിക കാലങ്ങളാണ് ഖാരിഫ്, റാബി, സെയ്ദ്. ഇതിലെ ഖാരിഫ് എന്നുള്ള കാർഷിക കാലത്തിൻ്റെ കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അതായത് ജൂണിൽ വിളവിറക്കുകയും സെപ്റ്റംബറിൽ വിളവെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഖാരിഫ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഖാരിഫ്. നെല്ല്, പരുത്തി, ചണം ഇതൊക്കെയാണ് ഖാരിഫ് കാർഷിക കാലത്തെ പ്രധാന വിളകൾ. നെല്ല്, പരുത്തി, ചണം ഇതൊക്കെയാണ്. അപ്പം ജൂണിൽ വിളവിറക്കുകയും സെപ്റ്റംബറിൽ വിളവെടുക്കുകയും ചെയ്യുന്നത് ഖാരിഫ്. ഇനി റാബി ഒക്ടോബറിൽ വിളവിറക്കുകയും മാർച്ചിൽ വിളവെടുക്കുകയും ചെയ്യുന്നത് റാബി. ഒക്ടോബർ, മാർച്ച്. അപ്പോൾ ആ ഒരു തണുപ്പ് കാലം, ഒരു ശൈത്യകാലം, ആ ഒരു സമയത്താണ് റാബി. ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, കടുകുവർഗ്ഗങ്ങൾ, ബാർലി ഇതൊക്കെ റാബി വിളകളാണ്. ഇനി സെയ്ദ് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് സെയ്ദ് എന്നുള്ള കാർഷിക കാലം വരുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, കാലിത്തീറ്റ ഇതൊക്കെയാണ് സെയ്ദ് ആ ഒരു സമയത്ത് കൃഷി ചെയ്യുന്നത്. അപ്പം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഖാരിഫ്, ഒക്ടോബർ മുതൽ മാർച്ച് വരെ റാബി, ഏപ്രിൽ മുതൽ ജൂൺ വരെ സെയ്ദ്. പിന്നെ ഏതൊക്കെയാണ് വിളകൾ എന്നുള്ളതും നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്